ഹലോ ഗായ്സ്, അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആലപ്പുഴയിൽ അതാ മാക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നായിരുന്നു അവിടെ പോകാനായിട്ട് ടൈം കിട്ടിയത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, ഇതാണ് മസ്റ്റ്. അപ്പം ഞങ്ങൾ ഇന്ന് മെയിനായിട്ട് മാക്കിൽ പോയെന്ന് വെച്ചാൽ ഇന്ന് ഇവർക്ക് സ്കൂൾ ടൂറായിരുന്നു. അപ്പം ഇവൾ പോയില്ല, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ മാക്ക് വരെ എത്തിയത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് 99 റുപ്പീസിൻ്റെ കോംബോ ആയിരുന്നു. അതായത് ഒരു ബർഗർ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഒരു പെപ്സി, ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു പെപ്സിയും ഒരു കോഫിയാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ബേബിക്ക് സ്പെഷ്യൽ നഗറ്റ്സ്, പിന്നെ ഇതായിരുന്നു ബർഗർ. അപ്പോൾ കുറേ നാളായി നമ്മൾ എറണാകുളത്ത് പോകുമ്പോൾ മാത്രമായിരുന്നു മാക്ക് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആലപ്പുഴയിൽ കൂടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി ഗൈസ്. അങ്ങനെ തന്നെ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ ഇത് ഫ്രൈഡ് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പാഴ്സലും വാങ്ങിച്ചായിരുന്നു. അത് 475 നമുക്ക് 4 പീസ് ചിക്കനും 2 സ്പൈസി സോസും ആയിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് മാക്കിലെ കോഫി. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ 50 റുപ്പീസേ ഉള്ളൂ. സംഭവം അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ കപ്പാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ ഇതിനകത്തിരുന്ന ബ്രൗൺ ഷുഗർ ഉണ്ടല്ലോ, അതും എനിക്കിഷ്ടം. ഇതുണ്ട്, സത്യമാണ്. ആ കോഫി കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ഓക്കെയാണ്. നല്ല കടുപ്പത്തിൽ മൈൻഡ് നമ്മൾ ഫുള്ളായിട്ട് സെറ്റാകും. അങ്ങനെ ബേബി എൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെ കുരുങ്ങി കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി എടുത്ത് ഇങ്ങനെ ഞങ്ങൾ പാഴ്സലും വാങ്ങിച്ചത് വീട്ടിലെത്തിയപ്പോൾ നമുക്ക് 2 കോക്കും ഒരു 4 പീസ് ചിക്കൻ, ഇത് 475 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അത് തുറക്കുന്നതിൻ്റെ കുറച്ച് പ്രഹസനമാട്ടോ ഈ കാണുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതെല്ലാം കുത്തിപ്പൊട്ടിക്കണം, അതങ്ങനെയാണത്. അപ്പോൾ നമ്മൾ പൊരിച്ച് നല്ല എന്താ പറയുക, ഒരു എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് നമ്മുടെ മാക്കിലെ ഫ്രൈഡ് ചിക്കനൊക്കെ. അടിപൊളിയാണ്. ഇതാണ്, ഇത് 4 പീസുള്ളത്. അപ്പോൾ ഒരു കൈയിൻ്റെ പീസ്, ഒരു കാലിൻ്റെ പീസ്, ഇതൊരു വലിയ പീസ്, പിന്നെ വേറൊരു പീസ്, അങ്ങനെ 4 പീസ് ഉണ്ടായിരുന്നു. നല്ല ക്രഞ്ചിയാണ്, നല്ല ജ്യൂസിയാട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമുക്കൊരു എന്താ പറയുക, ഇൻഫ്യൂസ്ഡ് ചിക്കനൊക്കെ പറയത്തില്ല, ആ ഒരു ടേസ്റ്റ്. ഐ എം ഡൈ ഹാർഡ് ഫാൻ. പിന്നെ ഇവിടുത്തെ പെപ്സി എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ എത്രയൊക്കെ പെപ്സി വേറെ വാങ്ങിച്ചു കുടിച്ചാലും ഇവരുടെ അത്രയൊന്നും വരത്തില്ല പെപ്സി. അപ്പം മേ ബി ഐസ് ഇടുന്നതുകൊണ്ടാണോ എന്താ സംഭവം എന്നറിയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ തുമ്പോളിയാട്ടോ വരുന്നത്. എല്ലാവരും ഒന്ന് പോയി നോക്ക്. ബൈ ബൈ.